ചെമ്പനീർ പൂവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി കത്തെടുത്ത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. മാത്രല്ല കത്ത് തന്നെന്ന് വിചാരിച്ചിട്ട് കല്യാണത്തിന് വരാൻ വേണ്ടിയിട്ടല്ല എന്ന് പറയുമ്പോൾ, മോളെ നിന്റെ കല്യാണം എനിക്ക് കാണണ്ടടി, ഞങ്ങൾക്കും ഇല്ലേ ആഗ്രഹമൊക്കെ, ഞാനും ആദ്യം വന്നു ദൂരെ നിന്ന് കണ്ടോളാം, നീ എന്റെ മോളാണെന്നോ, അതുപോലെ ഈ ആദി നിന്റെ മോനാണെന്നോ ഒന്നും ആരും അറിയാൻ പോണില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, അവന്റെ മുന്നിൽ വെച്ച് ഈ കല്യാണം കഴിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, മാനസികമായ ഒരു ബുദ്ധിമുട്ടാണ്, അമ്മ അത് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ കല്യാണം കഴിയുന്നവരെയും എനിക്ക് അമ്മയില്ല, അതുപോലെ തന്നെ ആദിയും. ദൈവത്തെ ഓർത്ത് എന്റെ നല്ലൊരു ഭാവി നിങ്ങൾ കളയരുത്, നിങ്ങൾ വരരുതെന്നൊക്കെ പറയുമ്പോൾ ആ അമ്മ അവിടെ നിന്ന് പൊട്ടിക്കരയാണ് ചെയ്യുന്നത്. ആ സമയത്ത് കൂട്ടുകാരിക്ക് വളരെയധികം വിഷമാവുന്നുണ്ട്. കൂട്ടുകാരി അമ്മനെ സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. കല്യാണം ലൈവായി കാണിച്ചു തരാം, അമ്മ വിഷമിക്കേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ശ്രുതി എന്തായാലും കല്ല് പോലെ തന്നെ നിൽക്കുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അമ്പലമാണ്. അമ്പലത്തിലേക്ക് സച്ചിയും രേവതിയും മുത്തശ്ശിയും പാറും ഒക്കെ കൂടി പോകുന്നുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ പ്രാർത്ഥിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് രേവതിയോടും സച്ചിയോടും കൂടി അമ്പലമൊക്കെ ചുറ്റിയിട്ട് വരാൻ പറയുന്നുണ്ട്. അതിനുശേഷം പണിക്കരെയൊക്കെ കണ്ട് ശാന്തി മുഹൂർത്തത്തിനുള്ള സമയമൊക്കെ കുറിക്കുന്നുണ്ട്. എന്തായാലും അതും കൊണ്ട് വരുമ്പോ സച്ചി, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. എന്താ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടും ഇത്രയും നാളായിട്ടും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതിന്റെ ഓരോ ദോഷങ്ങളൊക്കെ ഇനി രേവതിക്ക് കാണുന്നത് എന്ന് പറയുന്നുണ്ട്. അതും രേവതിക്ക് വരുന്ന അപകടവും തമ്മിൽ എന്ത് ബന്ധമാണെന്ന് ചോദിക്കുമ്പോൾ, ബന്ധമുണ്ട്, നീ ഇല്ലാന്നൊന്നും പറയണ്ട. ഞാൻ ഇന്ന് രാത്രി 9 മണിക്കും 11 മണിക്കുള്ളിൽ മുഹൂർത്തമാണ്, ഞാനത് കുറിപ്പിച്ചിട്ടുണ്ട്, ഇനി ഇതിലൊരു വ്യത്യാസവും ഇല്ല, ഇന്നത് സംഭവിച്ചിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പേരക്കുഞ്ഞിനെ ലാളിക്കാനുള്ള ഭാഗ്യം എനിക്ക് വേണം എന്ന് മുത്തശ്ശി നിർബന്ധിക്കുമ്പോൾ, ആ മുത്തശ്ശിയോട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ ഇഷ്ടപ്പെട്ടൊന്നല്ല കല്യാണം കഴിച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊന്നും പറ്റില്ല എന്ന് സച്ചി പറയുമ്പോൾ, അത് പറഞ്ഞ് സച്ചി പുറത്തേക്ക് പോകുമ്പോൾ, പോടാ പൊക്കോ, ഇനി നീ ഈ വീട്ടിലേക്ക് വന്നു പോകരുത് എന്നെ കാണാൻ, നിനക്ക് മുത്തശ്ശി എന്ന് പറഞ്ഞ ഒരാളില്ല, നീ നിന്റെ കാര്യം അന്വേഷിച്ച് പൊക്കോ, ഞാൻ നിന്നെ നോക്കി വളർത്തി നിന്റെ ജീവിതം നശിപ്പിച്ചു, നിന്നെ വഷളാക്കി എന്നുള്ള പേരും ഞാൻ കേട്ടോളാം, മാത്രല്ല എന്റെ മോനും ആ ഒരു ശാപം ഉണ്ടാവും, ഈ പെൺകുട്ടിയുടെ ജീവിതം എന്റെ മോൻ കാരണം നശിക്കും, നീ കാരണം ഈ പെൺകുട്ടിയുടെ ജീവിതം നശിച്ചു, ഈ പെൺകുട്ടിയുടെ ശാപം എന്റെ മോന്റെ തലയിലും ഏൽക്കും, മാത്രല്ല ഞാനും അത് കൂട്ടുന്നത്, അതുകൊണ്ട് തന്നെ എനിക്കും ഈ കുട്ടിയുടെ ശാപം ഉണ്ടാവും, നീ നിന്റെ കാര്യം വെച്ച് പോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി കരയുമ്പോൾ സച്ചി ആകെ വിഷമിക്കുന്നുണ്ട്. സച്ചി ഓടി വന്ന്, മുത്തശ്ശി എന്തിനാ അങ്ങനെ കരയണേ, ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാന്ന് ചോദിക്കുമ്പോൾ, ഇങ്ങനെ അല്ലാണ്ട് പിന്നെ നിന്നോട് ഞാൻ എന്താണ്ടാ പറയേണ്ടത്, എന്റെ ആഗ്രഹം സാധിച്ചു തരാൻ പറ്റാത്ത പിന്നെ നീ എന്തിനാണ്ടാ എന്റെ പേരക്കുട്ടി എന്ന് പറഞ്ഞ് നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശി ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ശരി എന്നാ മുത്തശ്ശി വിഷമിക്കേണ്ട, ഞാൻ സമ്മതിക്കാം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വളരെയധികം സന്തോഷമാവുന്നുണ്ട്. അപ്പൊ ആറുമ്മനോട് മുത്തശ്ശി പറയുന്നുണ്ട്, വാ നമുക്ക് പോയി വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്യണം, എന്തായാലും ഇവര് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും പാറുമ്മയും കൂടെ പോകുന്നുണ്ട്. സച്ചിനെങ്കിൽ രേവതിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും ചമ്മലായിട്ട് മാറി നിൽക്കുന്നുണ്ട്. രേവതി ഇങ്ങനെ സന്തോഷത്തോടെ സച്ചിനെ നോക്കുന്നുണ്ട്. അതിനുശേഷം സച്ചി ഇങ്ങനെ മറഞ്ഞു നിന്ന് രേവതിനെ നോക്കുമ്പോൾ രേവതി താലി പിടിച്ച് സ്വന്തം ഇങ്ങനെ അതിലേക്ക് നോക്കി സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും പരസ്പരം ഇഷ്ടമൊക്കെ ഇനി, പക്ഷെ അവർക്ക് അടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് വരുന്നൊന്നില്ല. അങ്ങനെ ഒരു ഭാഗമൊക്കെ ഇനി കാണിക്കുന്നത്. അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് വർഷ വിളിക്കുന്നുണ്ട്. വർഷ ശ്രീനെ വിളിച്ചിട്ട് എന്തായി, അവനെ കിട്ടിയോന്ന് ചോദിക്കുമ്പോൾ, അവനെ തെരഞ്ഞുകൊണ്ട് നടക്കണമെന്ന് പറയുമ്പോൾ, തെരഞ്ഞുകൊണ്ട് നടക്കണോ, അവനെ കിട്ടിയില്ലേ, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഞാൻ ആളെ നോക്കാം, നിങ്ങൾ അതെന്തെങ്കിലും ചെയ്യുന്നൊക്കെ വിചാരിച്ചിട്ടല്ല ഞാൻ നിങ്ങൾക്ക് അവന്റെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നെന്ന് പറഞ്ഞപ്പോൾ, പേടിക്കണ്ട, അവനെ ഞാൻ സ്കെച്ച് ഇട്ടിട്ടുണ്ട്, അവൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനമൊക്കെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, ഞാൻ അവനെ പിടിക്കാൻ വേണ്ടി ഇന്ന് റെസ്റ്റോറന്റിൽ പോലും പോയിട്ടില്ല, പേടിക്കൊന്നും വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ശരി എന്ന് പറഞ്ഞ് വർഷ ഫോൺ വയ്ക്കുന്നുണ്ട്. അവനെ കിട്ടി, അവന്റെ ഫോട്ടോ എനിക്ക് അയച്ചു തരണോട്ടാന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ശ്രീ എന്ത് ചെയ്യും, എന്നെ തല്ലാൻ എനിക്ക് തന്നെയാണ് അവള് കൊട്ടേഷൻ തന്നിട്ടുള്ളത്, ഞാനത് ഏറ്റെടുത്തില്ലെങ്കിൽ മറ്റാരെങ്കിലും അത് ചെയ്യും, അപ്പൊ അതുകൊണ്ട് വേണ്ട, ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്ത് എന്റെ മുഖത്തൊരു ചതവൊക്കെ പറ്റി അവൾക്കൊരു ഫോട്ടോ ഇട്ട് കൊടുത്താൽ മതിയോ എന്നൊക്കെ ആലോചിച്ച് ശ്രീ തന്നെ സ്വന്തം മുഖത്തേക്ക് ആഞ്ഞിടിക്കുന്നുണ്ട്. പക്ഷെ ശ്രീക്ക് അത് ഭയങ്കരമായിട്ട് വേദന എടുത്തപ്പോൾ ശ്രീ, അയ്യോ ഇത് ശരിയാവൂല, ഇങ്ങനെ ആയാൽ ശരിയാവൂല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ആലോചിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. എന്തായാലും സ്വന്തമായിട്ട് തന്നെ എന്തെങ്കിലും മേക്കപ്പ് ഒക്കെ ചെയ്ത് അവരെ അവൾക്ക് കാണിച്ചു കൊടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ശ്രീ സ്വന്തമായിട്ട് തന്നെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. മേക്കപ്പ് ഒക്കെ ചെയ്തും കഴിഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്തായാലും തലയിലും നെറ്റിയിലും
തലയിലൊക്കെ കെട്ടും. അതുപോലെ തന്നെ നെറ്റിയിലും കാര്യമായിട്ട് മുറിവും ഒക്കെ ഉണ്ടാക്കി അവൾക്ക് ഫോട്ടോ അയച്ചു കൊടുക്കുന്ന ഒരു ഭാഗമൊക്കെ പ്രൊമോയിലൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനത്തെ ഭാഗങ്ങളൊന്നുമില്ല. അമ്പലത്തിൽ പോണതും ശാന്തി മുഹൂർത്തം കുറിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രൊമോയിൽ കാണിച്ച പോലെ അവർ രണ്ടുപേരും കൂടെ പരസ്പരം പ്രണയത്തോടെ ഇരിക്കുന്ന ഭാഗങ്ങളൊന്നും ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ കാണുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.